ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളെ ഗാൽവാനിക് മെഷീൻ എന്താണെന്ന് ചെറിയൊരു ഐഡിയ തന്നിരുന്നു. അപ്പോൾ ഇനി ഗാൽവാനിക് മെഷീൻ മാത്രമല്ല, നമ്മളുടെ ഈ മേഖലയിൽ ഉപയോഗിക്കുന്ന പല മെഷീനറീസും കോമ്പാക്റ്റ് ആയിട്ടുണ്ട്, അതായത് ചെറുതായിട്ടുണ്ട്. പണ്ട് നമ്മൾ വലിയൊരു ഗാൽവാനിക് മെഷീൻ വലിയൊരു ബോക്സ് ആയിരുന്നെങ്കിൽ അത് പിന്നീട് രൂപാന്തരപ്പെട്ട് ചെറിയൊരു കണ്ടീഷനിലേക്ക് വന്നു, കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ട്. ഇപ്പോൾ അതും വിട്ടിട്ട് വളരെ നമുക്ക് കയ്യിൽ ഒരു പോക്കറ്റിൽ പേന പോലെ ഇട്ടുകൊണ്ട് കിടക്കാവുന്ന അവസ്ഥയിലേക്ക് പുതിയ മെഷീനറീസ് മാറിയിട്ടുണ്ട്. അത് ഗാൽവാനിക് ആയിക്കോട്ടെ, അൾട്രാസോണിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വാട്ട്സ് റിമൂവർ ആയിക്കോട്ടെ, എല്ലാം വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്കൊരു എന്താ പറയുക, പണ്ടത്തെ ആ ഒരു ബോക്സിൻ്റെ അത്രയുള്ളൊരു ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പുതിയ മെഷീനറീസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ 3-4 ടൈപ്പ് ഓഫ്, എനിക്ക് തോന്നുന്നു ഒരു 5-6 കമ്പനികളുടെ ഗാൽവാനിക് ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ 2 ടൈപ്പ്, ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ആയിട്ടുള്ള 2 ഗാൽവാനിക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിൽ എന്തൊക്കെയാണോ ഉള്ളത്, അതിൻ്റെ പ്രത്യേകതകൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ ഏറ്റവും പഴയ ബോക്സ് സംവിധാനങ്ങൾ തുടങ്ങിയതിന് ശേഷം കുറച്ച് അപ്ഡേറ്റ് ആയ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വന്നൊരു മെഷീനാണിത്. ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. പറയട്ടെ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ നമുക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ പോയി കാണുക. എന്താണ് ഗാൽവാനിക്കെന്നും എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗാൽവാനിക് മെഷീൻ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത്, ഒന്ന്, ഇത് നമുക്ക് കറണ്ടിൽ കുത്താനുള്ള വയറുണ്ട്, പ്ലസ് ഇതിന് പുറകിലൊരു ഫ്യൂസ് ഉണ്ട്. എന്തെങ്കിലും ഒരു പവർ കയറി വന്നാലൊക്കെ അടിച്ചു പോകാനായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, മെഷീൻ്റെ സേഫ്റ്റിക്കും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംവിധാനമുണ്ട്. ഇതതിൻ്റെ ഇലക്ട്രിക്കൽ ഫ്യൂസാണ്. ദെൻ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്ന സാധനങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഗാൽവാനിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു 2 സംവിധാനങ്ങളുണ്ട്. ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതൊരു ഇത് കൂടി ഉണ്ട്. പിന്നെ നമുക്ക് എർത്ത് റോഡായിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു സംവിധാനം കൂടി ഉണ്ടാവും. ഇതെല്ലാം കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നത് ഈ കാണുന്ന ഔട്ട്പുട്ട്, അതായത് നമുക്ക് എന്താണോ കിട്ടേണ്ട ഔട്ട്പുട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതെ, ഓക്കെ, ഇതിവിടെ നമ്മൾ ടൈറ്റ് ചെയ്തു. ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നതിൽ, ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയേക്കണേൽ ഇതുള്ളത്. ഇതിൽ നമ്മൾ ഗാൽവാനിക് മെഷീൻ പ്ലസ് നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കാനുള്ള ഇലക്ട്രിക്കൽ റോഡ്, ഈ 2 സംവിധാനങ്ങൾ ആണുള്ളത്. പ്ലസ് നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഇതും കൂടി വരുന്നുണ്ട്, അൺഡ്രൈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ 3 ഇതാണ് ഇതിൽ വരിക. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഓറഞ്ച്, പലരും ഫ്രൂട്ട്സ് ഫേഷ്യൽ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഓറഞ്ച് ആണ് പലരും ഉപയോഗിക്കുന്നത്. ഓറഞ്ച് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓറഞ്ചിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 7 പോയിൻറ്റ് സംതിങ് എന്തോ ആണ്. അതായത് അസിഡിക് ആയിട്ടുള്ള നമ്മുടെ ആൽക്കലീൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതാണ്. അതുകൊണ്ടാണ് ഓറഞ്ച് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് ഓറഞ്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുത്തിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്ര സാധനമാണ് ഇതിൻ്റെ കൂടെ വരിക. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് ഓണും ഓഫും ആക്കാനുള്ള സ്വിച്ച് ഉണ്ടാവും. ഇത് കാണുന്നത് റെഗുലേറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച്, ചിലർക്ക് വളരെ സെൻസിറ്റീവായ സ്കിന്നായിരിക്കും, അടുത്ത ആൾക്ക് ചിലപ്പോൾ അതിലും കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളതായിരിക്കും, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഏത് ടൈപ്പ് വേണമെന്ന് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇത് കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് ഈ കാണുന്ന മോണിറ്ററിൽ കാണിക്കും. ഓക്കെ, അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഗാൽവാനിക് ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും ഉപയോഗിക്കും. അറിയാലോ നിങ്ങൾക്ക്, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ആവശ്യാനുസരണം മാറാനുള്ള ഒരു നോബ് കൂടി ഇവിടെ ഉണ്ടാവും. ഇതാണ് ബേസിക്കലി ഇപ്പോൾ ഉള്ളൊരു ഗാൽവാനിക് മെഷീൻ. ഇനി ഇതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനായിട്ട് നമ്മളിവിടെ പലരും കൊണ്ടുപോകുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, വളരെ നല്ലതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു സെഗ്മെൻറ്റ് ഇറങ്ങിയേക്കുന്നത് ഇങ്ങനൊരു ഗാൽവാനിക് മെഷീൻ.
നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പലരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. സി, ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഇറങ്ങിയേക്കുന്ന വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, കണ്ടോ ഇങ്ങനെയൊരു ബോക്സിൽ തന്നെ നമുക്ക് സി വെറും ഒരു ബോക്സിൽ ഇത്രയും സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു സംവിധാനം. ഇതുപോലെ നമുക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കസ്റ്റമർക്ക് പോലും വളരെ ഈസി ആയിട്ട് തോന്നുന്ന ഒരു സംവിധാനം. ഇതിൻ്റെ കൂടുതൽ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്കുണ്ടാവുക ഈ ഒരു നമുക്ക് ഫേസിൽ ചെയ്യാൻ കഴിയുന്ന ഒരു റോൾ ഇതുണ്ടാവും. പ്ലസ് ഇത് നമുക്ക് ചില സമയങ്ങളിൽ മാറ്റി ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടുന്ന് ഊരിയെടുക്കാം. ഒരു കണ്ടില്ല, ഒരു സൂം ചെയ്താണ് കാണിക്കണേ. ഓക്കെ, ഈ നോബ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ നമ്മൾ USB ഒക്കെ ഫിക്സ് ചെയ്യുന്ന പോലെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന, സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം. നെക്സ്റ്റ് ഇതിൻ്റെ ഓണും ഓഫും. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സി ഓണായി. ഇനി ഇതിൻ്റെ നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു നെഗറ്റീവും പോസിറ്റീവും എല്ലാ ഗാൽവാനിക് മെഷീനും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇതിലേക്ക് ഇട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ സി ഇപ്പോൾ നെഗറ്റീവാണ് ഞെക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലിങ്ക് ചെയ്തിരുന്നത് നെഗറ്റീവായി. ഇനി നമ്മൾ പോസിറ്റീവിലിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ അത് പോസിറ്റീവായി. സൂം ചെയ്ത് കാണിക്കണ്ടോ, കാണാം ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവായി. ഓക്കെ, ഇനി അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിനപ്പോൾ എർത്ത് അവിടെ നിന്ന് വരുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാനിതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീല നിറം കാണാമോ എന്ന് എനിക്കറിയില്ല. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? അതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളർ ഇപ്പോൾ കാണുന്നില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു തന്നെ, എർത്ത് വേണ്ടേ എന്ന് നിങ്ങൾ ചോദിച്ചു. എർത്ത് എന്ന് പറയുന്നത് ഈ മെഷീൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ സ്റ്റീൽ കളറിലുള്ള സാധനമാണ്. ഇപ്പോൾ ഒന്ന് സൂം ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കണം, ഇവിടെ ലൈറ്റ് തെളിയണ്ടോ എന്നുള്ളത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എർത്ത് ആയിട്ട് നമ്മൾ സാധാരണ കസ്റ്റമർക്ക് റോഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊരു നീല കളർ വരുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ല. അതേ സ്ഥാനത്ത് ഈ സൈഡിൽ കാണുന്ന എർത്തിലേക്ക് ഞാൻ കൈകൊണ്ട് ടച്ച് ചെയ്തു, അതിനുശേഷം ഇവിടെ ടച്ച് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു നീല കളർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാണാൻ പാടില്ലേ, നീല കളർ കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ എർത്തായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കസ്റ്റമർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. വേണ്ട, ഇത് നമ്മൾ ഇതായിട്ട് പിടിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് കസ്റ്റമർ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ചെയ്യും. ഇനി അതേ സ്ഥാനത്ത് ഇനിയിപ്പോൾ പോസിറ്റീവിലാണ് കിടക്കണേ, നമ്മൾ നെഗറ്റീവിലേക്ക് മാറ്റി, കളേഴ്സൊന്നും ഇല്ലല്ലോ. അതേ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഇതിൻ്റെ എർത്ത് ആയിട്ടുള്ള സ്ഥലത്ത് പിടിച്ചു ചെയ്തു, റെഡ് കളർ വരുന്നില്ലേ? കറക്റ്റ് അല്ലേ? കാണാലോ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. വളരെ സിമ്പിളായിട്ട്, എന്നാൽ ഏറ്റവും സേഫായിട്ട്. കസ്റ്റമർക്കും നേരെ മറിച്ച് നമ്മളൊരു ഡയറക്റ്റ് കറണ്ടിൽ നിന്ന് കുത്തി പ്രവർത്തിപ്പിക്കുമ്പോൾ കസ്റ്റമർക്ക് ഒരു പേടി ഉണ്ടാവും. നേരെ മറിച്ച് ഇങ്ങനെയുള്ളൊരു ഡിവൈസ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നത്. ഇനി അതിൻ്റെ അടുത്തൊരു പാർട്ടും കൂടി ഉണ്ട്. രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഈ മെഷീൻ നമുക്ക് ഇതിൽ കാണാമെന്നറിയില്ല. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി പലരിലും പലതായിരിക്കും. ഇതിൻ്റെ ഉള്ളിലൊന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറ്റും, കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. കാണാലോ അത് മൂവ് ചെയ്യണേ? സി, ഈ സൈഡിലുള്ള ഈ ഒരു ഇതിലൂടെ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും വലിയൊരു മെഷീൻ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് കോമ്പാക്റ്റായിട്ട് വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്ന എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ ഈ ഓറഞ്ച് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? യെസ്, അതിന് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ സാധനം നമ്മൾ റിമൂവ് ചെയ്യുന്നു. പകരം അതേ ഇതുള്ള ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെ തന്നെ ഇതിലേക്ക് നമ്മൾ USB കണക്ട് ചെയ്യണ പോലെ ഇതാണുള്ളത്, ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അടുത്ത ആളുകളുടെ ചോദ്യം, നമ്മളിതിൽ എങ്ങനെ ഓറഞ്ച് ഇൻസ്റ്റാൾ ചെയ്യും? ഓറഞ്ച് എങ്ങനെ നമ്മളിത് പിടിപ്പിക്കും? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന ബോൾസിൽ ഏത് വേണമെങ്കിലും ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഓറഞ്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് ഓറഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ബോൾ പോലെയുള്ള ഈ സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിലും കാര്യങ്ങളൊക്കെ
ചെയ്യണമെങ്കിൽ പലരും അൺഡ്രൈ ചെയ്യൂലേ, അൺഡ്രൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനത്തെ ഒരു സാധനത്തിന് പകരം ഇപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഇതായിട്ടുള്ള ബോൾ പോലുള്ളൊരു സംവിധാനം വരും. ഇനി ഇത് ചാർജ് ചെയ്യാനുള്ള മെത്തേഡ്, ഒരു കേബിൾ മാത്രമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ ചാർജർ ഉണ്ടോ എന്ന് ചോദിക്കണം പലരും ഉണ്ട്. ഇതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ കേബിൾ പോലുള്ളൊരു സാധനം തന്നെ. പക്ഷേ ഇന്ന് നമ്മൾ മലയാളികളുടെ കൈകളിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനം നമുക്ക് ചാർജർ, മൊബൈൽ ചാർജർ ഉള്ളിടത്തോളം കാലം മാറ്റി ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം വേറെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് അവരത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാൽവാനിക് മെഷീനിൽ വന്ന രൂപമാറ്റം. വലിയൊരു ബോക്സിൽ നിന്ന് അത് ചെറുതായി ഈ പറയുന്നൊരു കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയ അവസ്ഥയിലേക്ക് വന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഈ പറയുന്ന കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടോ വെറുതെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സാധനം മാറിയിട്ടുണ്ട്, ഗാൽവാനിക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ വിലയുടെ കാര്യത്തിലാണ്. രണ്ടിൻ്റെയും വില 2800 ആണ്. അതിൽ നിങ്ങൾക്ക് അപ് ടു 25% ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. ആസ് യൂഷ്വൽ മിഡാസിൽ നിന്ന് വാങ്ങുന്ന ആളുകൾക്കറിയാം ഒരു സാധനവും നമ്മൾ ഇവിടെ MRPക്ക് അല്ല കൊടുക്കണേ, ഡിസ്കൗണ്ടിലാണ്. അത് നിങ്ങൾ 1 പീസ് എടുത്താലും 10 പീസ് എടുത്താലും 100 പീസ് എടുത്താലും ഡിസ്കൗണ്ടിലാണ് കൊടുക്കുക. അത് ഇവിടെ വരുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഏകദേശം ഒരു 25% എല്ലാ മെഷീനിലും ഡിസ്കൗണ്ട് ഉണ്ടാവും. ഒരേപോലെ ആയിരിക്കില്ല, പലതും പല ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം. അപ്പോൾ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ കൂടുതൽ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ മെയിനായിട്ട് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളുടെ യൂട്യൂബ് ചാനൽ ശരിക്കും പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻസ് മാത്രമല്ല എല്ലാവരും കാണുന്നൊരു സംഭവമാണ്. പക്ഷേ അവരൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഈ മേഖലയിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഡൗട്ട് ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമറുടെ സംശയങ്ങളെ നിങ്ങൾ എപ്പോൾ ദൂരീകരിക്കാൻ പ്രാപ്തരാകുന്നു അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുക. പല ആളുകളും പല കാര്യങ്ങളും ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇന്നൊരു കാര്യത്തിൻ്റെ വീഡിയോ ചെയ്യാൻ സാധിക്കുമോ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സമീപകാലത്ത് കോൾ വന്നത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും എവിടെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് കോൾ വന്നതും പ്രകാരം ഞാൻ കണ്ണൂരും തിരുവനന്തപുരത്തും ഒക്കെ ആ ബിസിനസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ അറിയുന്ന ആളുകളിലൂടെ. അതിനെ തുടർന്ന് പലപ്പോഴും കെരാറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. കെരാറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ധാരാളം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. മിഡാസ് ബ്യൂട്ടി ലാബ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഡ്യൂക്കേഷൻ വൈസ് നമ്മുടെ ഫീൽഡിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആകുന്നോ, നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം അവർക്ക് ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നു, അവിടെയാണ് നിങ്ങളുടെ സക്സസ്. അത് ഈ കുറഞ്ഞ കാലം കൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻസിന് വേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സജസ്റ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി, പറ്റിയാൽ ഗാൽവാനിക്കിനെ കുറിച്ച് തന്നെയുള്ള കൂടുതലൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരും. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം വീണ്ടും ഞങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുകയും അതിന് അനുസരിച്ചുള്ള രീതിയിൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ബൈ.